അറിവ് പകരാൻ വേണ്ടി നല്ല മനസ്സോടെ ബുദ്ധിയോടെ മുന്നോട്ട് വന്നിരിക്കുന്ന ആളുകൾ, അതേ ജാഹിലീങ്ങളായ ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ വിളിച്ചു പോകുന്ന വാദങ്ങളും അതുപോലെ തന്നെ ആ വാദങ്ങൾക്ക് പിന്നണിയായി മറ്റു പലരും ഉദ്ധരിക്കുന്ന തെളിവുകളും ഒരിക്കലും ഉദ്ധരിക്കുകയില്ല. അന്നത്തെ കാലത്ത് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ദർസിൽ ഓതി പഠിക്കുമ്പോ മഹാനവറുകളുടെ ഉസ്താദ് ശൈഖ് ഹമ്മാദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. അന്നത്തെ കാലത്തെ രാജാവ്, അന്നത്തെ യുക്തിവാദികളുടെ നിർദ്ദേശപ്രകാരം ശൈഖ് ഹമ്മാദ് അവറുകളെ യുക്തിവാദ വേദിയിലേക്ക് വാദപ്രതിവാദത്തിന് ക്ഷണിച്ചു. ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിനെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചപ്പോ ഉസ്താദിന്റെ അടുത്തേക്ക് ശിഷ്യനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വന്നപ്പോ ഉസ്താദ് എന്തോ ഒരു ചിന്തയിലാണ്ട് നിൽക്കുന്നു, എന്തോ കാര്യം ഇങ്ങനെ ചിന്തിക്കുന്നു. ഉസ്താദിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരു ഉണർവില്ല. ശിഷ്യൻ ചോദിച്ചു, അല്ല ഉസ്താദേ, എന്താണ് വിഷമം? ഉസ്താദ് പറഞ്ഞു, മോനെ ഒന്നുമല്ല, ഞാനൊരു വഴി ആലോചിക്കുകയാണ്. യുക്തിവാദികൾ, അന്നത്തെ കാലത്തെ നിരീശ്വരവാദികൾ രാജാവിന്റെ അനുവാദപ്രകാരം എന്നെ സംവാദത്തിന് വിളിച്ചിട്ടുണ്ട്. രാജാവിന്റെ കത്തിവിടെ വന്നിട്ടുണ്ട്, എന്നോട് ചെല്ലാനാ പറഞ്ഞത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്താദ് പോകേണ്ടതില്ല, ഞാൻ പോയിക്കൊള്ളാം. അഥവാ സംവാദത്തിൽ ഞാൻ തോൽക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, ഞാനൊരു മുതഅല്ലിമല്ലേ. പ്രശ്നമില്ല ഉസ്താദേ, ഒരു മുതഅല്ലിമല്ലേ, ഞാൻ ഒരു മുതഅല്ലിമല്ലേ. പിന്നെ അവർക്കൊക്കെ മറുപടി പറയാൻ ഉസ്താദ് എനിക്ക് പകർന്നു തന്ന ഇൽമന്നെ ധാരാളമാണ്. അതുകൊണ്ട് ഉസ്താദ് അങ്ങോട്ട് വരേണ്ടതില്ല, ഞാൻ പോയിക്കൊള്ളാം. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ദർസിൽ ഓതി പഠിക്കുന്ന കാലമാണ്. മുതഅല്ലിമീങ്ങളെ കൊണ്ട് നിങ്ങൾ നോക്ക്, അല്ലാഹു തആല അവന്റെ ദീനിനെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധം, അവര് പഠിക്കുന്ന ഇൽമു കൊണ്ട് സമൂഹത്തിലുള്ള അജ്ഞത മാറ്റുന്ന ഒരു വിഷയമാണത്. അങ്ങനെ ഇവരിങ്ങനെ തടിച്ചുകൂടി ഒരുങ്ങി നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ശ്രോതാക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. യുക്തിവാദികളുടെ നേതാക്കളൊക്കെ വന്നിട്ടുണ്ട്, കൂടെ രാജാവും ഉണ്ട്. രാജാവ് അവർക്ക് സപ്പോർട്ടാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നു, ചോദിക്കുന്നു, നിങ്ങളെ ഗുരുനാഥൻ എവിടെ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ ഉറുമ്പിനെ കൊല്ലാൻ ഒലക്കെടുക്കാറില്ല. ഉറുമ്പിനെ കൊല്ലാൻ ഞങ്ങളുടെ നാട്ടിൽ ഒലക്കെടുക്കുന്ന സ്വഭാവം ഇല്ല. നിങ്ങളല്ലേ, നിങ്ങളോട് സംവാദം നടത്താൻ ഞാൻ തന്നെ ധാരാളമാണ്. ഞാൻ മതിയായിട്ടില്ലെങ്കിൽ ഉസ്താദിനെ കൊണ്ടുവരാം. ഞാൻ തന്നെ മതിയെങ്കിൽ എന്റെ ഉസ്താദ് വരുന്നത് ആ സമയം നഷ്ടമാകും. ആ സമയം കൂടി ഉസ്താദിന് ദർസ് നടത്തിയാൽ വലിയ ലാഭമാകും. അതുകൊണ്ട് സംവാദം തുടങ്ങാമോ? തുടങ്ങാം. ചോദിച്ചോളൂ, ഉത്തരം പറയാം. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും. അതേ രൂപത്തിൽ തന്നെ ഞാനും ചോദിക്കുമ്പോ നിങ്ങളും ഉത്തരം പറയണം. റെഡിയല്ലേ? റെഡിയാണ്. ആ സമയത്ത് അവര് യുക്തിവാദികൾ ചോദ്യം തുടങ്ങി. ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർത്തും, എന്ത് സംശയം, അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. ചോദിക്കുന്നു, അല്ലാഹുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അല്ലാഹുവിനെ കണ്ടിട്ടില്ല. കാണാത്തതിനെങ്ങനെയാ നിങ്ങൾ വിശ്വസിക്കുന്നത്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നു, കാണാത്ത ഒരു വിഷയത്തിലും നിങ്ങൾ വിശ്വസിക്കൂലേ? അവര് പറയുന്നു, പൊട്ടത്തരമാണ് കാര്യമായി പഠിച്ചു വെച്ചത്, അതുകൊണ്ട് ഇല്ല അത് പെട്ടെന്ന് പറഞ്ഞപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങളെ മുന്നിൽ ഒരാളിങ്ങനെ മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്, മരിക്കുന്നു, പെടഞ്ഞ് കളിക്കുന്നു. നിങ്ങളൊക്കെ പറയും, ഇപ്പോൾ അയാൾ മരിക്കും, ഇപ്പോൾ അയാൾ മരിക്കും. എങ്ങനെ മരിച്ചു എന്ന് തീരുമാനമാകും? അവര് ഉടനെ പറഞ്ഞു, റൂഹൻ പോയാൽ, റൂഹൻ പുറപ്പെട്ടാ മരിച്ചു തീരുമാനാകുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, എന്താ സാധനം റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിപ്പോ പറഞ്ഞില്ലേ റൂഹ് പുറപ്പെട്ടാൽ തീരുമാനാകും. അതെ, റൂഹ് പുറപ്പെട്ടാൽ തീരുമാനാകും. എന്താ അത്? എന്താണ് റൂഹ്? ഇങ്ങനെ മേപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. എന്ത് റൂഹ്? എന്താണെന്നാ പറയാ? റൂഹ് എന്താണ്? അങ്ങനെ ഉരുട്ടി കാണിച്ചു കൊടുക്കുകയാണ്. എന്താ റൂഹ്? റൂഹ് പുറപ്പെട്ടാൽ ആള് മരിച്ചു എന്ന് നിങ്ങൾ നിശ്ചയിക്കുമെന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ? പറഞ്ഞു. ഇതിട്ടാൻ പറ്റൂല. എന്താ റൂഹ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉടനെ വന്നു മറുപടി, ഇല്ല. കാണാത്തതിലെങ്ങനെ വിശ്വസിച്ചു? കാണാത്തതെങ്ങനെ അംഗീകരിച്ചു? മരിച്ച
മരിച്ചു എന്നെങ്ങനെ തീരുമാനിച്ചു? കാണാത്ത റൂഹിനെ തീരുമാനിച്ചിട്ടാണോ മരിച്ചു എന്ന് തീരുമാനിക്കുന്നത്? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയല്ലേ റൂഹ്. റൂഹിനെ കാണാൻ കഴിവില്ലാത്ത നിങ്ങൾ എങ്ങനെ റൂഹിന്റെ ഖാലിഖായ റബ്ബിനെ കാണുക? ഒരൊറ്റ പറച്ചിലങ്ങോട്ട് പറഞ്ഞപ്പോഴേക്ക് പിന്നെ അവിടുത്തെ ചോദ്യമില്ല, ഒന്നുമില്ല, ഒരു ചോദ്യമില്ല. അവരുടെ മനസ്സിലേക്ക് ശരിക്കും അങ്ങോട്ട് കയറി. ആ റൂഹിനെ പടച്ചവനാണ് ഞാൻ വിശ്വസിക്കുന്ന ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയാണ് റൂഹ്. റൂഹിനെ കാണാനുള്ള കഴിവില്ലല്ലോ. സൃഷ്ടിയെ കാണാനുള്ള കഴിവില്ലാത്ത നിങ്ങൾ എങ്ങനെ സൃഷ്ടാവായ അല്ലാഹുവിനെ കാണും? അവരവസാനം പറഞ്ഞു, ഞങ്ങളും പോരാണ് നിങ്ങൾ ഉസ്താദിന്റെ അടുത്തേക്ക് പഠിക്കാൻ. യുക്തിവാദികള് രാജാവിനോട് പറഞ്ഞു, സംവാദം നിർത്തി, ഉസ്താദിന്റെ അടുത്തേക്ക് പോകുകയാണ് ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ആ സദസ്സിലുള്ള യുക്തിവാദികൾ മുഴുവനും ഇറങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട ശൈഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരായവർ ഇൽമു പഠിക്കുന്നു. അവരെ മനസ്സിലുള്ള അന്ധകാര നിഗൂഢമായ ആശയങ്ങൾ മുഴുവനും സഹോദരങ്ങളെ തുടച്ചു നീക്കിയത് മുതഅല്ലിമായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ഹമ്മാദ് റളിയല്ലാഹു അൻഹു പകർത്തി കൊടുത്ത ഇൽമിന്റെ വെളിച്ചം കാരണമാണ്. ലോകത്ത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അന്ധവിശ്വാസങ്ങൾ നീക്കിവെക്കാൻ, അനർത്ഥങ്ങൾ മാറ്റിയെടുക്കാൻ, വിശ്വാസരംഗത്തുള്ള വൈകല്യങ്ങൾ തുടച്ചു നീക്കാൻ, കർമ്മരംഗത്തുള്ള അപാകതകളൊക്കെ മാറ്റാൻ, ആത്മീയ രംഗത്ത് പരിവേഷം ലഭിക്കാൻ സഹോദരങ്ങളെ അനിവാര്യമായ ഒരു വിഷയം അത് ഇൽമാകുന്നു.